നീ ജീവൻ കൊടുപ്പിക്കാതെ നീ ജീവൻ കൊടുപ്പിച്ചതാണ് ആ പുള്ളിക്ക്. നീ മറ്റേ ചുട്ട കോയിനെ പറപ്പിക്കുന്ന ആളല്ലേ? നീ ചുട്ട കോയിനെ പറപ്പിക്കുന്ന ആളല്ലടാ. നീ ആ പുള്ളിക്ക് ജീവൻ താക്കണം. ഞങ്ങളിത് എത്തിയതിനെ പറഞ്ഞുവിട്ടേക്കാം. പ്രസവ വേദന കൊണ്ട് പൊളിഞ്ഞപ്പോഴും അവൾ ആശുപത്രിയിൽ എത്തിച്ചില്ല. അവസാനം പ്രസവമെല്ലാം കഴിഞ്ഞു, രക്തസ്രാവം വന്ന് അവൾ മരിച്ചു. പക്ഷെ എന്നിട്ടും അവൾ പ്രസവിച്ച ചോര കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ അവളുടെ അടുത്ത് കിടത്തി. ഞാൻ പറഞ്ഞു വരുന്നത് സിറാജുദ്ദീൻ എന്ന് പറയുന്ന മനുഷ്യൻ സ്വന്തം ഭാര്യയോടും കുഞ്ഞിനോടും കാണിച്ച ക്രൂരതകളെ കുറിച്ചാണ്. ഇന്നലെ ഈ സംഭവത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ പലരും അറിഞ്ഞു കാണും. ശരിക്കും പറഞ്ഞാൽ സ്വന്തം ഭാര്യ ഇയാൾ കൊന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി സ്വന്തം ഭാര്യയെ കൊലക്ക് കൊടുത്ത് സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഈ മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇയാൾക്ക് മടവൂർ കാഫില എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ഏകദേശം 65,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് കേട്ടോ. ആ ചാനലിലെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ, മരിച്ചുപോയ മടവൂർ ഷെയ്ഖ് എന്ന് പറയുന്ന മനുഷ്യന്റെ പേരിൽ ഓരോ ദുരാചാരങ്ങൾ പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കലാണ് മെയിൻ ആ ചാനലിലെ പരിപാടി എന്ന് പറയുന്നത്. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിനു മുമ്പ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വിഷയത്തെ കുറിച്ച് പറയണല്ലോ. ഈ പറഞ്ഞ സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി പെരുമ്പാവൂർ സ്വദേശിയാണ്. ഈ അടുത്താണ് ഇയാൾ പെരുമ്പാവൂരിൽ നിന്നും മലപ്പുറത്തേക്ക് താമസം മാറുന്നത്. ഏകദേശം 1.5 വർഷം അങ്ങനെയുമായി കാണും. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജീവിതമാണ് ഇവരുടെ. സ്വന്തം നാട്ടുകാർക്ക് പോലും ഇവരെ കുറിച്ച് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ്. എന്തിന് ഇവരുടെ വീട്ടിൽ എത്ര കുട്ടികൾ ഉണ്ട് എന്ന് പോലും അവിടുത്തെ നാട്ടുകാർക്കും അയൽവാസികൾക്കും അറിയില്ല. അത്രക്കും പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജീവിതമാണ് ഇവരുടെ. ചിലപ്പോൾ ആത്മീയതയിൽ ഊന്നിയൊരു ജീവിതമായിരിക്കും അല്ലെ, അതുകൊണ്ടായിരിക്കും പുറലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തത്. എന്തായാലും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ പറഞ്ഞ സിറാജുദ്ദീന്റെ ഭാര്യ ആയിട്ടുള്ള ആസ്മക്ക് പ്രസവ വേദന വരുന്നത്. ഏകദേശം 6 മണിയോട് അടുത്ത് കാണും സമയം. എന്തായാലും ആ സമയത്ത് ഇയാൾ ഹോസ്പിറ്റലിൽ പോകാതെ പ്രസവം എടുക്കുന്ന സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഫാത്തിമ എന്നങ്ങാനുമാണ് ആ പ്രസവം എടുക്കുന്ന സ്ത്രീയുടെ പേര്. എന്തായാലും ആ സ്ത്രീ എത്തി പ്രസവം എടുത്തു അവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. എന്തായാലും പ്രസവം എടുക്കുന്ന സ്ത്രീ പ്രസവം എടുത്ത് തിരിച്ചു പോയതിനു ശേഷം ആസ്മക്ക് നല്ല രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയാണ്. അന്നേരമെങ്കിലും തന്റെ ഭാര്യയായിട്ടുള്ള ആസ്മയെ കൊണ്ട് സിറാജുദ്ദീന് ഹോസ്പിറ്റലിൽ പോകാമായിരുന്നു. അപ്പോഴും അയാൾ അത് ചെയ്തില്ല. പ്രസവം എടുക്കുന്ന സ്ത്രീയെ വീണ്ടും വിളിച്ചു. എന്തുകൊണ്ട് പ്രസവത്തിന്റെ സമയത്തും ശേഷം ബ്ലീഡിങ്ങിന്റെ സമയത്ത് പോലും ഇയാൾ ഹോസ്പിറ്റലിലേക്ക് പോയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ, ഇയാൾ അക്യൂപങ്ക്ചർ ചികിത്സയുടെ ആളാണ്. ഈ അക്യൂപങ്ക്ചറുകാർക്ക് പ്രസവത്തിന്റെ സമയത്ത് ഹോസ്പിറ്റൽ അലർജി ആണല്ലോ. അപ്പൊ പിന്നെ കുഞ്ഞും അമ്മയും മരിച്ചാലും വേണ്ടില്ല, ഹോസ്പിറ്റലിൽ പോകില്ല എന്നുള്ള നിലപാടാണ് അവരുടേത്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഇവർ ഹോസ്പിറ്റലിൽ പോകില്ല. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും അത് കണ്ടു കാണും. അന്നേരം കുറെ ആളുകൾ ഇതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ ഒന്ന് മെഴുകുന്നുണ്ടായിരുന്നു. അവരോട് പറയാനുള്ളത്, ഇത്തവണ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും നിങ്ങളൊന്ന് മെഴുകണം കേട്ടോ. അല്ല, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് ഇതിനെ ന്യായീകരിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷനെ കൊണ്ടാണ്. മാത്രവുമല്ല, കുറച്ച് ടീംസ് എനിക്കെതിരെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട്. അവർ ഇത്തവണ കൂടെ ഒന്ന് സ്റ്റോറി ഇടുന്നത് നന്നായിരിക്കും. അല്ലെ, നിങ്ങൾ ഇത്തവണ എന്താണ് എനിക്കെതിരെ പറയാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ കൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ, ആസ്മക്ക് പ്രസവത്തിന് ശേഷം നല്ല ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. അന്നേരം സിറാജുദ്ദീൻ എന്താക്കുന്നു, പ്രസവം എടുക്കുന്ന സ്ത്രീയെ വിളിക്കുന്നു. അന്നേരം പ്രസവം എടുക്കുന്ന ആ സ്ത്രീ പറഞ്ഞത്, കുറച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും, നിങ്ങൾ കുറച്ചു നേരം ക്ഷമയോട് കാത്തിരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അവര് പറഞ്ഞ പോലെ തന്നെ കാത്തിരുന്നു. മണിക്കൂറുകളോളം കടന്നുപോയി. 9 മണിയായി. ഏകദേശം പ്രസവം കഴിഞ്ഞൊരു 3 മണിക്കൂർ സമയം അല്ലേ. ആ ഒരു സമയമായപ്പോഴേക്കും ആസ്മ അനക്കം ഇല്ലാതായി. അന്നേരമാണ് ഇയാൾ മനസ്സിലാക്കുന്നത് ആസ്മ മരിച്ചു എന്നുള്ളത്. ഉടനെ തന്നെ ആംബുലൻസിനെ വിളിച്ചു. ആംബുലൻസിനെ വിളിക്കുന്നത് പോലും ശ്വാസം മുട്ടലാണെന്ന് കള്ളം പറഞ്ഞിട്ടാണ്. എന്തായാലും വിളിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആംബുലൻസ് വീട്ടുമുറ്റത്തെത്തി. ആസ്മയെ നേരെ ആംബുലൻസിലേക്ക് കയറ്റി പെരുമ്പാവൂരിലേക്ക് വിട്ടു. ഈ ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയത്ത് ആംബുലൻസ് ജീവനക്കാർ ആസ്മയെ പിടിക്കുമ്പോൾ ശരീരം മരവിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം തന്നെ അവർക്കൊരു ഡൗട്ട് തോന്നിയിരുന്നു. എന്തായാലും ആസ്മയെ കൊണ്ട് ഇവർ ആംബുലൻസിൽ 3 മണിക്കൂറോളം സഞ്ചരിച്ച് പെരുമ്പാവൂരിലെത്തി. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷമാണ് ബന്ധുക്കൾ പോലും ആസ്മ പ്രസവിച്ചതും മരിച്ചതുമായിട്ടുള്ള വിവരങ്ങൾ അറിയുന്നത്. അതുവരെ ഒരു കുട്ടിക്ക് പോലും ആസ്മ പ്രസവിച്ച വിവരം അറിയില്ലായിരുന്നു. ഇയാൾ കുഞ്ഞ് പ്രസവിച്ച ഉടനെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നാട്ടുകാരായിട്ടുള്ള കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാണെങ്കിൽ വേറെ ആർക്കും അറിയില്ലായിരുന്നു ആസ്മ പ്രസവിച്ച വിവരം. ഇവിടെ ഇയാൾ അതിനിടയിൽ ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത്, ആസ്മ ബ്ലീഡിംഗ് വന്ന് മരിച്ചു അല്ലേ. സ്വാഭാവികമായിട്ടും കുഞ്ഞിന്റെ കാര്യത്തിൽ നല്ല റിസ്ക് ഉണ്ടാകും. ആ മരിച്ച സമയത്തെങ്കിലും അയാൾക്ക് കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമായിരുന്നു. അയാൾ അത് ചെയ്തില്ല. ആസ്മയെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അയാൾ ആംബുലൻസിൽ കയറി. ശേഷം 3 മണിക്കൂറോളം കുഞ്ഞിന് പ്രാഥമിക ചികിത്സ നിഷേധിച്ചുകൊണ്ട് അയാൾ അവിടെ യാത്ര ചെയ്തു. അവസാനം പെരുമ്പാവൂരിൽ എത്തിയതിനു ശേഷം ആസ്മയുടെ ബന്ധുക്കളാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. എന്തോ ഭാഗ്യവശാൽ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു മക്കളെ. പിന്നെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2 പ്രസവം ആസ്മയെ ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് ചെയ്യിപ്പിച്ചത്. പക്ഷെ അതിനുശേഷമാണ് ഇങ്ങനെ അക്യുപങ്ക്ചർ ചികിത്സാ രീതി പരിചയപ്പെടുന്നതും അതിനുശേഷം ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അതിനുശേഷം 2 തവണ കൂടി ആസ്മ പ്രസവിച്ചു കേട്ടോ. അപ്പോഴെല്ലാം വീട്ടിൽ നിന്ന് പ്രസവിച്ച് വേദന കടിച്ചമർത്തുകയായിരുന്നു ആസ്മ. ഇപ്പോഴുള്ള കുട്ടി എന്ന് പറയുന്നത് ആസ്മയുടെ 5ാമത്തെ കുട്ടിയാണ്. ഇതിനു മുമ്പ് ഇവർ 4 തവണ പ്രസവിച്ചു. 2 ഹോസ്പിറ്റലിൽ വെച്ചും 2 വീട്ടിൽ വെച്ചും. 3ാമത്തെ വീട്ടിൽ വെച്ച് പ്രസവിച്ചപ്പോൾ
കാര്യങ്ങൾ ഈ രീതിയിലായി. ഈ 5 മക്കളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവര് തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ല, ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഈ 5 പ്രസവങ്ങൾ എന്ന് പറയുന്നത് വളരെ അടുത്തടുത്തടുത്ത് നടന്ന പ്രസവങ്ങളാണ്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇയാൾ എന്താ പ്രസവിക്കുന്ന മെഷീനായിട്ടാണോ ഭാര്യനെ കണ്ടത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. മര്യാദയ്ക്ക് ഒരു റെസ്റ്റ് പോലും ആ പെണ്ണിന് കൊടുക്കുന്നില്ല അല്ലേ, അടുത്തടുത്ത പ്രസവങ്ങൾ മുഴുവനും. ആ പെണ്ണിന്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചു പോവാണ്. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടു ഇയാള്. എന്തായാലും ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ പറഞ്ഞ സിറാജുദ്ദീന്റെ നാട്ടുകാർ തന്നെ ഇയാളെ പിടിച്ച് നല്ലോണം ചോദ്യം ചെയ്യുന്നുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ലാസ്റ്റ് ഗോൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ കൊടുക്കാൻ പോണുള്ളൂ. ഇനി കൊടുക്കാൻ പോണുള്ളൂ. നീ കോൾ ചെയ്യണ്ട, നമ്പർ കാട്ടി തന്നാ മതി. ഞാൻ കോൾ ചെയ്യണ്ട. ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം. ആ ഇവരെ നീ എപ്പോഴാ വിളിച്ചേ? നീ മറ്റേ ഈ ആശുപത്രി മറ്റേ ഈ ഇതിന് വേണ്ടിട്ടേ വണ്ടിക്ക് വേണ്ടിട്ട് എപ്പോഴാ വിളിച്ചേ? അല്ലടാ, വണ്ടിക്ക് വേണ്ടിയപ്പോ ഉമ്മ അവിടെ ഇല്ലേ? പ്രസവം എടുത്തേക്കല്ലേ? പ്രസവമൊക്കെ എടുത്ത് വന്ന് കഞ്ഞി കുടിച്ച് നോർമലായി അവര് പോയി. അവര് പോയതിനു ശേഷമാണ് ശ്വാസം മുട്ട് വന്നത്. ശ്വാസം മുട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ചു. ഉമ്മ അവർക്ക് ശ്വാസം മുട്ട് വന്ന് വരണമെന്ന് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ എടുത്ത് ഞാൻ കിടക്കട്ടെ നോക്കി കിടന്നു. പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് അവരെടുത്ത് പറഞ്ഞു പ്രസവം എടുക്കുന്ന ക്ഷീണമുണ്ട്, അങ്ങോട്ട് പ്രസവത്തിന് അങ്ങനെ. ബെസ്റ്റ്. അപ്പോഴും പ്രസവം എടുക്കുന്ന സ്ത്രീയാണ് വിളിക്കുന്നത്, ഹോസ്പിറ്റലിലേക്കല്ല അല്ലേ? പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് ഈ പ്രസവം എടുക്കുന്ന ഫാത്തിമ എന്ന് പറയുന്ന സ്ത്രീ പ്രസവം എടുത്തു പോയി. അതിനുശേഷം ആസ്മയ്ക്ക് ശ്വാസമുട്ടൽ വന്ന് വീണ്ടും ആ സ്ത്രീയെ വിളിച്ചു എന്നാണ് ഈ പറയുന്ന സിറാജുദ്ദീൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇയാൾ പറഞ്ഞ കളവാണ് കേട്ടോ. പ്രസവത്തിന് ശേഷം ആസ്മക്ക് വന്നത് ശ്വാസം മുട്ടലല്ല, ബ്ലീഡിംഗ് ആണ്. പക്ഷെ ബ്ലീഡിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി ഓൺ ദ സ്പോട്ടിൽ ഇയാളെ ചാമ്പല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ശ്വാസം മുട്ടലാണെന്ന് പറഞ്ഞത്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. എന്റെ തള്ള വന്നോ? പറയുന്നേ കേക്ക് കിടന്നു. ഞാൻ വിളിച്ചാൽ ഞാൻ കിടക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കിടന്നു. കിടന്ന ശേഷം പിന്നെ അവർക്ക് അണങ്ങുന്നില്ല. അങ്ങില്ലെന്ന് കണ്ടപ്പോ മനസ്സിലായി ആള് മരിച്ചു എന്ന്. അത് ഇയാൾക്ക് പറയാനൊരു വിമിഷ്ടം ഉണ്ട് അല്ലെ? പറഞ്ഞു കഴിഞ്ഞാൽ അപ്പടി പൊട്ടും. ആ ലെവലിലാണ് ചുറ്റുള്ളവർ ഇരിക്കുന്നത്. ഇയാള് നല്ലോണം പേടിച്ച് വെറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഏത് സമയം അടി പൊട്ടാന്നുള്ള രീതിയിൽ. ഇതെല്ലാം ബാക്കി പറഞ്ഞാട്ടെ. ശ്വാസം മുട്ടുന്നപ്പോൾ ഞാൻ വിളിച്ചത് പ്രസവത്തിന് അവിടെ വണ്ടി അനുവദിച്ചായിട്ട് വണ്ടി ഉണ്ട്. അവിടെ വണ്ടിയുണ്ട്. അവർ വണ്ടിയായിട്ട് വരാൻ വേണ്ടി വിളിച്ചു. എല്ലാം ഒറ്റ ടൈമിൽ തന്നെ നടന്നത് പോലും. നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് എല്ലാം ഒറ്റ ടൈമിൽ. മോനോണ്ടല്ലോ ചോദിച്ചു നോക്ക്. നീ മോനെ ചോദിക്കണതല്ല ഞങ്ങൾക്ക് അറിയേണ്ടത്, നിന്റെ അടുത്ത് അറിയുന്നത്. ബെസ്റ്റ്. ആ 8 മുട്ടും തീരാത്ത മോനോട് ചോദിച്ചിട്ട് എന്ത് മനസ്സിലാക്കാനാണ്? അവരെന്ത് പറയാനാണ്? ആ ഉപ്പ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തത് എന്താണോ അതേ അവർക്ക് പറയാൻ അറിയത്തുണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ അവർക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മോനോട് ചോദിച്ചു നോക്കുന്നുള്ള വാദങ്ങൾക്ക് അവിടെ നിൽക്കട്ടെ. ഇതിന് ഇയാൾ തന്നെ മറുപടി പറയണം. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. നീ അവരെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലടാ. നീ വെറും നാറിയാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ. നിന്നെ ഇതിന്റെ വീഡിയോ എടുത്തോട്ടാ. ഇവന്റെ മറവൂർ കാഫിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ള ഈ തള്ളവികൾക്കൊക്കെ ഇതിനും കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ. ഇതിനകത്ത് വീതമുള്ളതാ. ഇതിനകത്ത് ഷെയ്ഖുന നീ ജീവൻ പഠിപ്പിക്കാതെ. ഇല്ല, നീ ജീവൻ പഠിപ്പിച്ചതാണ് ആ പുള്ളിക്ക്. നീ മറ്റേ ചുട്ട കോയിനെ പഠിപ്പിക്കുന്ന ആളല്ലേ? നീ ചുട്ട കോയിനെ പഠിപ്പിക്കുന്ന ആളല്ലടാ. നീ ആ പുള്ളിക്ക് ജീവൻ താട്ടി. ഞങ്ങൾ ലക്ഷ്യത്തിന് പറഞ്ഞിട്ടേക്കാം. നീ കഴിഞ്ഞ ദിവസം ഏതോ ഒരാളെ വിളിച്ചിട്ട് തെങ്ങണ വോയിസ് ഇവിടെ പുറത്ത് നാട്ടുകാർ മൊത്തം കേട്ടായിരുന്നു. ഇല്ലേ? ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് നീ തെങ്ങണ ഓക്കെ, ഇങ്ങനെ നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? സിറാജുദ്ദീൻ ആണെങ്കിൽ തിരിച്ചങ്ങോട്ടൊന്നും പറയാനും പറ്റുന്നില്ല. ഇയാളെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എടുത്തു നോക്കണം മക്കളെ. എന്താ പ്രസംഗം! മടവൂർ ഷെയ്ഖിനെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ് ഇയാൾക്ക്. അങ്ങനെയുള്ള ആൾക്ക് ഇപ്പൊ ഒന്നും പറയാനില്ല. എന്ത് പറയാനാണ് അല്ലെ? ഇയാളുടെ യൂട്യൂബ് ചാനലിലൂടെ ഇയാൾ പ്രചരിപ്പിക്കുന്ന ദുരാചാരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. ആവശ്യമെങ്കിൽ ഈ വീഡിയോയുടെ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. എന്തായാലും അക്യുപങ്ചറുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിതൊരു അച്ചീവ്മെന്റ് ആയിട്ട് എടുക്കണം. നിങ്ങൾ ഈ അടുത്ത കാലത്ത് വീട്ടിൽ വെച്ച് പ്രസവിച്ചവർക്ക് ഒരു അവാർഡ് ചടങ്ങൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ ഒരു അവാർഡ് ചടങ്ങ് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് സംഘടിപ്പിക്കണം. എന്നിട്ട് ഈ പറഞ്ഞ സിറാജുദ്ദീന് തന്നെ ആദ്യത്തെ അവാർഡ് നിങ്ങൾ കൊടുക്കണം. അല്ല, അമ്മ മരിച്ചെങ്കിലും നിങ്ങൾക്ക് കുഞ്ഞിനെ തിരിച്ചു കിട്ടിയല്ലോ. അപ്പൊ ഇതൊരു സക്സസ്ഫുൾ പ്രസവം തന്നെയാണല്ലോ. അത് കണക്കിലെടുത്ത് നിങ്ങൾ സിറാജുദ്ദീന് ഒരു അവാർഡ് കൊടുക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. നിങ്ങൾ അക്യുപങ്ചറുകാർക്ക് ഒരു പൊൻതൂവലായത് മാറട്ടെ. കഷ്ടം. അല്ലാണ്ട് എന്താ ഞാനിതിനൊക്കെ പറയാം. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.